പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ വഴറ്റിയത്, അതിൻ്റെ കൂടെ കടല മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ദോശ, പിന്നെ ക്യാബേജ് വെച്ചിട്ട് തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു ചട്നി. ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പികൾ. ഹലോ ഗൈസ്, ഇന്ന് ഉണ്ടാക്കിയേക്കണ ഡിന്നർ കണ്ടോ? ഇത് മുളപ്പിച്ച കറുത്ത കടലയും കൊണ്ട് അരച്ച് ദോശ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് കുറച്ചൊക്കെ വഴറ്റി അതിൽ ബട്ടറിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയേക്കണ ഒരു സാലഡ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചട്നിയിലാണെങ്കിൽ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ ലോ കാർബ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഡിന്നർ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ വെജിറ്റബിൾസ് ആണ് എല്ലാം. അപ്പൊ ഈ വെജിറ്റേറിയൻസിന് പറ്റിയ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡിന്നറാണിത്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു കപ്പ് കറുത്ത കടലയാണ് എടുത്തേക്കണേ. അത് ഞാൻ നന്നായിട്ട് കഴുകി സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ചു. അത് കഴിഞ്ഞ് അത് രാവിലെ എടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ അരിച്ച് കളഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിൽ വെറുതെ വെച്ച് ഒരു നനഞ്ഞ പേപ്പർ ടവൽ അതിൻ്റെ മുകളിലിട്ട് അവിടെ വെച്ചായിരുന്നു. പിന്നെ അത് വൈകിട്ടായപ്പോഴത്തേക്കും അത് പയ്യെ മുളച്ച് തുടങ്ങി. അത് കഴിഞ്ഞ് ഞാനത് ഓവർനൈറ്റ് വെച്ചു. അപ്പോൾ അത് നന്നായിട്ട് മുളയൊക്കെ വന്ന് കിട്ടി. ഇനി ഞാനിതിൽ നിന്ന് എടുത്തിട്ട് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇട്ടത് ഒരു കപ്പ് കടലയാണെങ്കിലും അത് സോക്ക് ചെയ്ത് മുളച്ചൊക്കെ വന്നപ്പോൾ അത് ഡബിളായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ടാണ് ഇപ്പം അരയ്ക്കുന്നത്. ബാക്കി കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അത് സാലഡിലിടാനായിട്ടുള്ളതാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് റവ ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണിത്. അപ്പോൾ ഇത്രയും സാധനവും പിന്നെ കുറച്ച് ഉപ്പും ഒരു ചെറിയ പച്ചമുളക്, 2 കറിവേപ്പിലയുടെ ഇല, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ഇട്ട് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ മിക്സിയിൽ അത് നല്ല ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കണം. ശരിക്കും ദോശമാവിൻ്റെ പരുവത്തിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അരച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്കറിയാലോ ദോശമാവിൻ്റെ വെള്ളം എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും ഒന്ന് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ എഗ് ബീറ്ററൊക്കെ ഇല്ലേ, ഇതിങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല എയർ ബബിൾസ് അതിൻ്റെ ഉള്ളിലേക്ക് ആവുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്താലാണ് നല്ല രീതിയിലുള്ള ദോശയാക്കി നമുക്കതിനെ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ സോഡാപ്പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങുവാണ്. ഞാൻ ക്യാബേജ് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് തേങ്ങയൊന്നും വേണ്ട. അപ്പോൾ ഒരു ചെറിയ പീസ് ക്യാബേജ് ഇങ്ങനെ കട്ട് ചെയ്തു, കുറച്ച് കറിവേപ്പില, 2 ചുവന്നുള്ളി, ഒരു പച്ചമുളക്, 2 വറ്റൽമുളക്, തക്കാളി അരിഞ്ഞത്, കുറച്ച് പീനട്ട്, ഇത്രയും സാധനമാണ് എടുത്തേക്കണേ. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിൽ അരയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇനി ഇടേണ്ടത് കുറച്ച് പീനട്ടാണ്. ഒരു 1/2 കപ്പ് പീനട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതും ഇതിൻ്റെ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുവാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇടാനുണ്ട്. മല്ലിയില ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേരുന്നതാണ്. അത് തണ്ടോട് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് നമ്മളത് തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ്. തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയുടെ ചെറിയ ബൗളിൽ അത് നല്ല രീതിയിലൊന്ന് ചട്നി പോലെ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷമാണ് ഇട്ടത്. എന്നിട്ട് ഇതിൽ ഞാനൊരു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് അരച്ച് ഇപ്പം തന്നെ കൊണ്ടുവരാം.
അപ്പോൾ ഈ ചട്നി ഉണ്ടോ, നമ്മുടെ തേങ്ങാ ചട്നീനെ വെല്ലണി ഒരു ചട്നിയാണിത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തിടാൻ പോവാണ്. അതിനുള്ളത് ചുമന്നുള്ളിയും വറ്റൽമുളകും കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പാൻ അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടി നമ്മൾ സാധാരണ കടുക് വറക്കണ പോലെ നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് മൂപ്പിച്ച് നമ്മളിതിലേക്ക് അങ്ങ് ഒഴിക്കുവാണ്. അപ്പോൾ നമ്മുടെ ക്യാബേജ് ചട്നി റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ക്യാബേജ് ചട്നി എന്നൊന്നും ആരും പറയില്ല. നമ്മൾ പറഞ്ഞാലാണ് ഇത് ക്യാബേജ് ആണോ എന്നൊക്കെ എല്ലാവരും വിചാരിക്കുകയുള്ളൂ. നിങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദോശയുടെ കൂടെ ഇപ്പോൾ തേങ്ങയൊക്കെ അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പെട്ടെന്ന് കുറച്ച് ക്യാബേജ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ അകത്ത് പ്രോട്ടീനും ഉണ്ടല്ലോ, നമ്മൾ പീനട്ടൊക്കെ ഇട്ടതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി ആട്ടോ ഇത്. അപ്പോൾ ഞാനത് റെഡിയാക്കി. ഇനി ഞാൻ അടുത്തതായിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിലേക്ക് ഞാനൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. ഇന്ന് ഞാൻ എടുത്തേക്കണ ബെൽ പെപ്പറുകളാണ് പല കളറിലുള്ള. അപ്പോൾ ഇത് ഞാനൊന്ന് സോട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ ഈ മുളപ്പിച്ച് വെച്ചേക്കുന്ന കടല മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളതാണ്. കണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കണേലേ, നമ്മളത് മുളപ്പിച്ചതായതുകൊണ്ട് നല്ല സോഫ്റ്റാണത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് നമ്മൾ ഈ ചൂടാക്കി എടുത്ത വെജിറ്റബിൾസിലേക്ക് അതും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുവാണ്. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഇത് ചെറുതായിട്ട് വെള്ളം പറ്റി തുടങ്ങിയപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, പെപ്പർ പൗഡറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇത് നല്ലൊരു ഫ്ലേവർ അന്നേരം നമ്മുടെ ഈ വെജിറ്റബിൾസിന് കിട്ടും. നമ്മൾ ഇതിൻ്റെ അകത്ത് ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഉപ്പും കുരുമുളകും കൂടെ ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ആപ്പിൾ സൈഡർ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആപ്പിൾ സൈഡർ വിനീഗർ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പം ഇത് 1 ടീസ്പൂൺ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടി, ഇപ്പോൾ ഇതിനകത്ത് തക്കാളി ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ചെറിയൊരു പുളി കിട്ടുന്നതിനും നല്ല ഹെൽത്തിനും വേണ്ടി ആണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ടേസ്റ്റ് മേക്കറായിട്ടുള്ള കസൂരി മേത്തിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കസൂരി മേത്തി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കണതാണ്. അപ്പോൾ അത് എടുത്ത് ഇങ്ങനെ കയ്യിലിങ്ങനെ എടുത്ത് ഒന്ന് തിരുമ്മി പൊടിച്ച് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മുടെ വെജിറ്റബിൾസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാനായിട്ട് വെറുതെ വെജിറ്റബിൾസ് ഇഷ്ടമല്ലാത്തവർക്ക് കൂടി ഇത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഞാൻ പറയണ സത്യമല്ലേ എന്ന്. അപ്പം ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ദോശ ഇടാൻ പോവാണ്. ദോശക്കല്ലയിൽ ബട്ടർ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദോശമാവ് അതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ച് നല്ലതായിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ ഇത് നമ്മുടെ സാധാരണ ദോശേനേക്കാളും ടേസ്റ്റുള്ളൊരു ദോശയാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്നിങ്ങനെ തൂത്ത് കൊടുക്കുകയാണ്. തൂത്ത് കൊടുത്ത് തീ കുറച്ചിട്ട് നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കണം. നല്ല ക്രിസ്പി ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയത്.
നമ്മുടെ സാധാരണ ദോശ പോലെ തന്നെ. എന്നാൽ ഇതിൻ്റെ അകത്ത് ദോശമാവിന് ഉപയോഗിച്ചേക്കുന്ന നമ്മുടെ മുളപ്പിച്ച അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കടല ദോശ. അതിലേക്ക് ഞാൻ നമ്മുടെ ക്യാബേജ് ചട്നി ഇടുവാണ്. പിന്നെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന വെജിറ്റബിൾസ് വഴറ്റിയതും കൂടി ഇതാണ് ഇന്ന് ഡിന്നറിന് കഴിക്കുന്നത്. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നറാണ്. ഇത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ നിങ്ങളെല്ലാവരും വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യണം. എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും മിനറൽസും എല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഈ ദോശ ഞാനൊരു മസാല ദോശ പോലെ ഉണ്ടാക്കണം. ഇത് പരത്തിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്യാബേജ് ചട്നി അങ്ങ് സ്പ്രെഡ് ചെയ്ത് വെജിറ്റബിൾസും വെച്ച് മടക്കി ഇതുപോലെ അങ്ങ് എടുത്തു. അപ്പോൾ അത് മസാല ദോശയുടെ ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് ഹെൽത്തിയാണ്, എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാവരും കണ്ടു കഴിയുമ്പോൾ ഒരു കമൻ്റൊക്കെ ഇട്ട് ലൈക്കൊക്കെ അടിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്ത് എല്ലാം ഞങ്ങളുടെ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ. ഹലോ ഗൈസ്.